നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ? ഓവർ ടൈമും എക്സ്ട്രാ ജോലി ഒന്നും പിക്ക് ചെയ്യാതെ തന്നെ നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങളെല്ലാം നടത്താൻ പറ്റുന്ന ഒരു കാലത്തെപ്പറ്റി നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ? എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു കാലം. ഞാൻ എൻ്റെ ആ സ്വപ്നം എങ്ങനെ നിറവേറ്റി എന്നുള്ളതൊന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് വന്നേക്കുന്നത്. എൻ്റെ പേര് ബിന്ദു. ഞാൻ ഫിലഡൽഫിയയിലാണ് താമസിക്കുന്നത്. ഞാനിവിടെ പ്രൊഫഷണലായിട്ടൊരു നേഴ്സാണ്. അപ്പം നേഴ്സ് മാനേജറായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പം നിങ്ങളെപ്പോലൊക്കെ തന്നെ ഞാനും ഒരു സാമ്പത്തിക ആവശ്യം വരുമ്പോഴല്ല എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുന്നുണ്ടെങ്കിൽ ഓവർ ടൈം പിക്ക് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേഴ്സിംഗ് ഫീൽഡ്, എസ്പെഷ്യലി നേഴ്സിംഗ് ഫീൽഡ് ആയതുകൊണ്ടല്ലോ എളുപ്പം അത് പിക്ക് ചെയ്യാൻ. അപ്പം നമ്മുടെ ആവശ്യങ്ങളൊക്കെ അങ്ങ് നടക്കുമ്പോൾ അങ്ങനെ ഞാൻ നല്ല ഇതായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, കുറച്ച് വർഷങ്ങളോളം ഞാനങ്ങനെ ചെയ്തു. കുറേ വർഷങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം റിയലൈസ് ചെയ്യുന്നത്. ഞാൻ ഈ ഓവർ ടൈമിന് പോകുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ ടൈമാണ് ട്രേഡ് ചെയ്യുന്നത്, അല്ലേ? നമ്മളൊരു ഓവർ ടൈമിന് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കുടുംബത്തോട് ഇരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയോടൊപ്പം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോടൊപ്പം ഇരിക്കേണ്ട ആ സമയമാണ് നമ്മൾ ട്രേഡ് ചെയ്തിട്ടാണ് നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നടത്തുന്നത്, അല്ലേ? അങ്ങനെ ഇരിക്കുമ്പം ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ അതുമാത്രമല്ല, നമ്മൾ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടല്ലോ ഓവർ ടൈമൊക്കെ പിക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് എക്സ്ട്രാ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ആ ക്ഷീണം കാരണം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കാനുള്ള സമയമോ അല്ലെങ്കിൽ അവരോട് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒന്നും അതിനുള്ള ഒരു ടൈം കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തു. പിന്നെ ഏറ്റവും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ഒരു പേഴ്സണാലിറ്റി തന്നെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ഈ ഓവർ ടൈം ചെയ്തിട്ട് നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സും ഫിസിക്കൽ സ്ട്രെസ്സും എല്ലാം കാരണമുണ്ടല്ലോ ഞാൻ എപ്പോഴും ഒരു ദേഷ്യപ്പെടുന്ന ആളായിട്ട് മാറി. അതെൻ്റെ ഒരു ബേസിക് ക്യാരക്ടറല്ല. അപ്പം അത് മാറി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, വാട്ട്, ഞാൻ ഇത്രയും ഓവർ ടൈം ചെയ്യുന്നതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഒരു മാറ്റം വേണമെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഈ സ്വപ്നം കാണാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സ്വപ്നം കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഞാനൊന്ന് റിസർച്ച് ചെയ്തിട്ട് ഞാൻ ഈ ബിസിനസ്സിനെ പറ്റി അറിഞ്ഞിട്ട് ഈ ബിസിനസ്സിനെ പറ്റി പഠിച്ചിട്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഡിസിഷൻ ഓഫ് മൈ ലൈഫ്. ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഫിലിയേറ്റഡ് മാർക്കറ്റിങ്ങിലൂടെ നമ്മൾ സാമ്പത്തിക ആവശ്യങ്ങൾ നമ്മുടെ നിറവേറ്റുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. ഇത് ലീഗലായിട്ട് ടാക്സ് പേ ചെയ്ത് നടത്തുന്ന ഒരു ബിസിനസ്സാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഏത് ബിസിനസ്സിനെ പോലെ തന്നെയും നമുക്ക് ഇത് ബിസിനസ്സിന് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ ട്രഡീഷണൽ ബിസിനസ്സിനെ വെച്ച് നോക്കുമ്പം വളരെ വളരെ ലോ ആണ് ആ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഒത്തിരി കമ്പാരിറ്റീവ്ലി റിയലി ലോ ഇൻവെസ്റ്റ്മെൻ്റ് ആണുള്ളത്. പിന്നെന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് അറിയാത്തവർക്ക് പോലും, അല്ലെ ഒരു ടെക്നോളജിയിൽ ഒരു സാവിനെസ് ഇല്ലാത്തവർക്ക് പോലും ഇത് മൊത്തം പഠിപ്പിക്കുന്ന, അത് നമുക്ക് ഓൺലൈനിൽ ബിസിനസ് ബിൽഡ് ചെയ്ത് സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന എല്ലാ ട്രെയിനിങ്ങും അവർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഈ ബിസിനസ്സിൻ്റെ പൊട്ടൻഷ്യലിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലോ ഈ ബിസിനസ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിലോ നിങ്ങൾ അങ്ങനൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യും. എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടൊരു വെബിനാർ അയച്ചു തരാം. അത് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 30 ഡേ ട്രയൽ പീരീഡ് കിട്ടും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്കുള്ളതാണ് ഈ ബിസിനസ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ 30 ഡേ ട്രയൽ പീരീഡിനുള്ളിൽ നിങ്ങൾക്കുള്ളതല്ലെന്ന് തോന്നിയാൽ നിങ്ങൾ വേണ്ടാന്ന് നോക്കുക, അത്രയേ ഉള്ളൂ. എനിവേ, നമ്മളൊരു സ്വപ്നം കാണുകയാണെങ്കിൽ അത് നിറവേറ്റണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം, അല്ലേ? നിങ്ങളുടെ വിജയത്തിലോട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പാകട്ടെ ഇത്. അപ്പം ഐ ഹോപ്പ് ടു ഹിയർ ഫ്രം യു സൂൺ.